എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെടുത്ത് ഒരു നന്ദിയും കടപ്പാടും പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്നറിയോ, 1.5 വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടെന്നും അതിനാൽ നിങ്ങളാൽ കഴിയുന്ന സഹായം എനിക്ക് തരണമെന്നല്ല കേട്ടോ ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു ഫോട്ടോക്ക് ഓർഡർ തരണമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതിനാൽ എനിക്ക് 750 ഫോട്ടോക്ക് ഓർഡർ കിട്ടുകയും ചെയ്തു. എന്റെ മാതാപിതാക്കൾ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. അത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും എന്റെ കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്കത് നടന്നത്. അപ്പതേ അവരുടെ മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതും കൂടി എനിക്ക് സാധിപ്പിച്ചു കൊടുക്കണം. ഒരു മകൾ എന്ന നിലയിൽ എനിക്കത് സാധിപ്പിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ആഗ്രഹം ഇവിടെ പറയുമ്പോൾ പലരും പല മതത്തിനും പല അഭിപ്രായങ്ങളുമായിട്ട് ഇവിടെ വരും. ഈ വീഡിയോ വെച്ചിട്ട് തന്നെ സംസാരിക്കാൻ വരും, അവർ കമന്റ് ഇടാൻ വരും, പല രീതിയിലും വരും. കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. മറ്റൊന്നുമല്ല, എന്റെ മാതാപിതാക്കൾക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹവും എനിക്ക് നിറവേറ്റി കൊടുക്കണമെന്ന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അത് എന്നാൽ ഒറ്റക്ക് പറ്റൂല. അതെ, നമ്മുടെ കണ്ണനും കൂടി വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോഴേക്കും ഇതിന്റെ താഴെ കമന്റ് വരാൻ തുടങ്ങും. കണ്ണനെ കൊണ്ട് എങ്ങനെയാണ് ഹജ്ജിന് പോകാൻ പറ്റുകയെന്ന്. കണ്ണൻ ഇന്നേ വരെ ആരെയും ഉപദ്രവിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കണ്ണന്റെ പൈസയിൽ ഹജ്ജിന് പോകാൻ പാടില്ല? ഞാൻ എൻ്റെ ഒരു ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ എൻ്റെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. അപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ ഒരു ആഗ്രഹത്തിന് കൂടെ നിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊരു ഫോട്ടോ ഓർഡർ തരിക. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനോടൊപ്പം കൊടുക്കാം. പലരും പലതും പറയും. പക്ഷെ ഒരാളുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കാൻ സഹായിച്ചാൽ അത് ഏറ്റവും വലിയ കാര്യമാണ് എന്നുള്ളത് ഏതൊരു മതസ്ഥനും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതേപോലുള്ള ഒരു ഫോട്ടോക്ക് ഓർഡർ തരാം.